എടാ മണിക്കൂട്ട, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയിക്കോട്ടെ. നീ എന്താ ഞങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നേ? നമ്മൾ തമ്മിലൊരു ബെറ്റ് ചെയ്യായിരുന്ന ആ കാര്യങ്ങൾ മറന്നോ? എന്ത് പറ്റി? നമ്മളെ രണ്ടാളും ജപ്പാനും ബ്രസീലും കളി ഉണ്ടായിരുന്ന ടൈമില് ജപ്പാൻ തോറ്റതിന് ഞാൻ എന്റെ അമ്മച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് ബിരിയാണി വെപ്പിച്ചിരുന്ന് പറഞ്ഞിരുന്നില്ലായിരുന്ന? അതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതെ അതെ, ആ ബിരിയാണി തിന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി ഇന്ന് ഉച്ചക്ക്. എടാ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോട്ടെ. എന്റെ അമ്മയ്ക്ക് എന്നെ തീരെ പിടിച്ചിട്ടില്ല. അതിന് ടൗണിലുള്ള ആരും പറ്റൂല, അത് അങ്ങത്തന്നെ. എന്നിട്ട് കാര്യമില്ല, എന്റെ അമ്മ അങ്ങനത്തെ ഒരു പ്രവൃത്തിയാലോ ചെയ്തത്. അല്ല, നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞേ. എന്ത്? ഇങ്ങക്ക് എങ്ങനെ ഇന്റെ പേരറിയാ? നിങ്ങളെങ്ങനെ ഇന്റെ പേരിലെത്തി? അതോ, നിന്റെ ആടിന്റെ പിന്നാലെ ഓടി ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിൽ എവിടെ പെട്ടു. തിരിച്ചു പോകാൻ വഴി അറിയാത്തതുകൊണ്ട് ഞാൻ ഒരാളോട് വഴി ചോദിച്ചു. കഷ്ടകാലത്തിന് അത് നിന്റെ ചേച്ചിയായിരുന്നു. അപ്പൊ നിന്റെ ചേച്ചിക്ക് എന്നെ അന്ന് എടുത്ത കാട്ടിലൂടെ പറഞ്ഞുവിടാൻ വയ്യാത്രേ. അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുന്നു. ആരെയും അങ്ങനെ വിളിച്ച അങ്ങോട്ട് പോക്കാ? ചേച്ചി പോടാ നീ. ഞാൻ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ നിന്റെ രണ്ടാമത്തെ ചേച്ചി. രണ്ടാമത്തെ ചേച്ചിക്ക് എന്താ കുഴപ്പോ? അതോ, ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ നിൽക്കുമായിരുന്നെന്ന്. നിന്റെ ആദ്യത്തെ ചേച്ചിയെ കാണുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കണ്ടു. ഇവിടെ വന്ന് എന്നെ അങ്ങ് തട്ടിയിട്ടു. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് അങ്ങ് ചൂടായി. അയിമലാൽ പിന്നെ ഞങ്ങളടിയായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിന്റെ ചേച്ചിയെ കണ്ടത് ഞാൻ ഇവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ ഓടുന്ന വഴിക്കാ ഞാൻ നിങ്ങളെ കണ്ടത്. നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എന്നെ സങ്കടം വരുന്നേ. ആകെ നാണം കെട്ടന്മാരി അയക്കണല്ലേ. കുഴപ്പമില്ല, 2 ദിവസം കൂടി ഇവിടെ നോളി. അയ്യടാ, ഞാൻ പോവാ. മിനിമോൾ എണീച്ചിട്ടില്ല. അവളെ എണീച്ചപ്പം ഞാൻ ഇവിടെ സ്ഥലം വിടും. ഇല്ല മോനെ, എന്റെ അമ്മച്ചിന്റെ ബിരിയാണി തിന്നാ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടൂല. എന്റെ അമ്മച്ചി ഇപ്പൊ അടുക്കളയിൽ കയറി ബിരിയാണി ഉണ്ടാക്കണ്ടാവും. നിങ്ങൾ രാവിലെ തന്നെ നീച്ച് ഇവിടെ ഇരിക്കാണോ? ചേച്ചി, ഞാൻ വെറുതെ ഇവനുമായി ബെറ്റ് വെച്ചതാ. ഞാൻ പൊക്കോട്ടെ. അതൊക്കെ ഇവിടെ എന്തായാലും ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പോകാം. പിന്നെ മണിക്കുട്ട, പായസത്തിന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. നീ കടയിൽ പോയിട്ട് വാ. ശരി എന്നാ. ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങിയോ? അതിന്റെ പരിപാടിയൊക്കെ അമ്മ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മിനിമോൾ എണീറ്റിട്ടുണ്ട്, അവളെയും കൊണ്ടുപോയിക്കോ. മോൻ വായോ. മോൻ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. മഴ പെയ്തല്ലോ. എന്നാ മിനിമോളെ കൈക്ക് കൊട കൊടുത്തേക്കിട്ടെ. നല്ല മഴയാണെന്ന് തോന്നുന്നു. മണിക്കുട്ട, ഇത് കൊടക്ക് വന്നോ? വാ ഇന്റെ പരം, നമുക്ക് ഈ ഗ്രാമമൊക്കെ ഒന്ന് കാണാം. ഞാനും വരാം. അങ്കിളെ, അങ്കിളുണ്ടോ? എനിക്കൊരു മൂടില്ല, നിങ്ങൾ പോയിക്കോ. എന്താ അങ്കിളെ, അങ്കിളും കൂടെ വാ. അതന്നെ രസായിരിക്കും. ഇല്ലടാ, ഞാനില്ല. ഇന്നലെ മുഴുവൻ ഞാൻ നിങ്ങളുടെ ഗ്രാമത്തില് വല്ല അനാഥനെ പോലെ ഇരിക്കായിരുന്നു. കാണേണ്ടതൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് വയ്യ. ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ. ഓക്കേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഗ്രാമത്തിലെ മഴയ്ക്ക് പ്രത്യേക ഭംഗിയുണ്ട്. കണ്ടിരിക്കാനൊരു രസമുണ്ട്. നിനക്ക് ചേച്ചി വിളിച്ചാ ചായ കുടിക്കാൻ വന്നൂടെ? ഇവനെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണല്ലോ. കാര്യമില്ലല്ലോ, സ്വഭാവം ശരിയില്ല. എന്താ നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുന്നത്? അത് പറയാനാണോ വന്നത്? അത് പറയാൻ തന്നെയാ വന്നത്. അല്ല, തമ്പുരാട്ടി അങ്ങോട്ട് പോകുന്നത്? എനിക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനുണ്ട്. അപ്പൊ ക്ലാസ്സിനൊന്നും പോകുന്നില്ലേ? ട്യൂഷൻ എടുക്കാനാണോ പോകുന്നത്? എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റില്ല. അതെന്താ? അത് എനിക്കിനി ക്ലാസ്സിന് പോകണമെങ്കിൽ ടൗണിൽ പോകണം. ഞങ്ങളുടെ ഗ്രാമത്തിലെ കോളേജുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എനിക്കിനി പഠിക്കണമെന്നുണ്ടെങ്കിൽ ടൗണിൽ പോകണം. ചായ കുടിക്കാൻ പോയിക്കോളാം, ഞാൻ പോവാ. പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള കുട്ടിയെ തോന്നുന്നു. അയ്യേ, മണിക്കുട്ടനില്ല, മിനിമോളും ഇല്ല, ഇവളും ഇല്ല, ഞാൻ മാത്രമോ? എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും അറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടൊക്കെ ഇപ്പൊ വെള്ളം നിറയും. അതെന്താ മണിക്കുട്ട? ഇവിടെ നല്ലോണം മഴ പെയ്താലേ ഇവിടൊക്കെ വെള്ളം നിറയും. ആണോ? അതെ മണിക്കുട്ട, ഇവിടെയൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കാൻ തോന്നുന്നു. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? നീ ഇതാരാ? ഇവളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ലില്ലി, ഇവളെന്റെ ടൗണിലത്തെ ഫ്രണ്ടാ. എന്ത്? നിനക്ക് ടൗണിലെ ഫ്രണ്ട്സോ? അതെ, ഞാൻ കുട്ടൂസിനെയും കൊണ്ട് ടൗണിൽ പോയിരുന്നു. അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ ഇവരായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ മണിക്കുട്ട, നിനക്ക് ടൗണിൽ കുറേ ഫ്രണ്ട്സ് ആയി കാണൂലേ? മണിക്കുട്ടന് ടൗണിൽ ഞങ്ങൾ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ, ഞാനും എന്റെ അങ്കിളും. മണിക്കുട്ട, നീ ഞങ്ങളോടൊന്നും മിണ്ടൂലേ? എന്താ ലില്ലി അനക്ക്? ഞാൻ പിന്നെ നിങ്ങളോടൊക്കെ മുണ്ടാതിരിക്കോ? ഇവരുടെ ടൗണിലത്തെ ഫ്രണ്ട്സ് ആണെന്ന് പറയാ. ചേട്ടൻ അത്ര ബേജാറാവേണ്ടത്? ഒന്നുമില്ല, ടെൻഷനൊന്നും ആവണ്ട. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോവും. എന്റെ മണിക്കുട്ടനെ ആരും എടുക്കാൻ പോകുന്നില്ല കേട്ടാ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ടൗണിലെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോ
ഞങ്ങളൊന്ന് കടയിൽ പോയിട്ട് വരാം. അയ്യോ മണിക്കുട്ടൻ നിന്നെ മൈൻഡ് ചെയ്യല്ലേ. അവന് ടൗണിൽ പുതിയ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയല്ലോ. ഇനി ചിലപ്പോൾ മണിക്കുട്ടൻ നിന്നെ മൈൻഡ് ചെയ്യില്ല. എനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് മണിക്കുട്ടനാ. മണിക്കുട്ടനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെ ഇന്ന് വീട്ടിൽ പോവും? ഈ പച്ചക്കറികളൊക്കെ ഇവിടെ വെച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും വീട്ടിൽ പോയി തോന്നുന്നു. വെള്ളം ഇത്രയും കയറിയോ? ഇതിപ്പോ ഈ പച്ചക്കറികളെല്ലാം പെറുക്കി ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകും? നല്ല വെള്ളവും ഉണ്ട്, ഒഴുക്കുമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, എന്റെ കട നശിക്കുവോ? ഇന്ന് ഈ പച്ചക്കറികളൊക്കെ വെള്ളത്തിൽ പോയാ എനിക്ക് എത്ര രൂപയാ നഷ്ടം? ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴയും വെള്ളപ്പൊക്ക സാഹചര്യവും തുടരുകയാണ്. എല്ലാവരും വീടുകളിൽ തന്നെ, അപകട മേഖലയുള്ളവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക. വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നോക്ക് മണിക്കുട്ട, ആ ചേട്ടൻ ഒറ്റയ്ക്ക് എവിടെയുള്ളൂ. അതെ, ശരിയാണല്ലോ. അയ്യോ, രണ്ട് കുട്ടികൾ ഇങ്ങോട്ട് വന്നേക്കുന്നു. മക്കളെ, വീട്ടിലേക്ക് പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ നല്ല ഒഴുക്കുണ്ട്. അയ്യോ ചേട്ടന് വാ, നമുക്ക് പോവാം. ഇല്ല മക്കളെ, ഈ പച്ചക്കറി എല്ലാം പിടിച്ച് എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോവുക? അയ്യോ ചേട്ടാ, ജീവനല്ലേ വലുത്. അയ്യോ ചേട്ടാ, വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോകാം. വേണ്ട മക്കളെ, നിങ്ങൾ പോയിക്കോ. അയ്യോ, ഇനി എന്ത് ചെയ്യാ? മക്കളെ, ആ കടയിലോട്ട് കയറി നിൽക്ക്, ഇപ്പൊ കുത്തി ഒഴുകി വെള്ളം വരും. മണിക്കുട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇവിടെ കുടുങ്ങിയല്ലോ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഇനി